മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വേലു റൂമിലേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ കല്യാണി വേലു എത്തിയോ? അപ്പോൾ വേലു ചോദിക്കുക, എങ്ങനെയുണ്ട് സാറമ്മ ഇവൾക്ക്? കല്യാണി പറയുക, കുഴപ്പമൊന്നുമില്ല. വേലു ചോദിക്കുക, പിന്നെന്താ ഇത്ര താമസിച്ചേ? അപ്പോൾ കല്യാണി പറയുവാണ്, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ ട്രിപ്പൊക്കെ കൊടുത്ത് കിടത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ വേലു പറയാം, മാമൻ മരിച്ചതിന് ശേഷം ഇവൾ പച്ചവെള്ളം കുടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തളർന്നു വീണതെന്നൊക്കെ വേലു പറയുവാണ്. അപ്പോൾ കല്യാണി പറയും, ഇവളെപ്പോലെ പാവം പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല വേലു. ഇടയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി, അതും പാവമായതുകൊണ്ട് സംഭവിച്ചതാണ്. മറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതാൻ. ഞാനിപ്പോൾ വരാം, നിങ്ങൾ സംസാരിക്കുക. കല്യാണി എണീറ്റ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വേലു അമലുവിൻ്റെ കൈയെടുത്ത് തലോട് വേണം കേട്ടോ കട്ടിലിരുന്നുകൊണ്ട്. എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇതൊരു കല്യാണ വീടാണ്, നമ്മളിവിടെ വന്നിരിക്കുന്ന ഇവിടെയുള്ളവരെ സഹായിക്കാൻ. അതുപോലെ തന്നെ ഒരുത്തൻ ഇവിടെ വരികയാണെങ്കിൽ മാമൻ്റെ മരണത്തിന് പകരം ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുവാണേ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അമല് കരയുന്നുണ്ട് കേട്ടോ. അപ്പം വേലുവിനോട് പറയണേ, ഇപ്പോൾ ചേച്ചിയുടെ അടുത്തിരിക്കേണ്ട സമയമാണ് സാറമ്മ, എന്നിട്ട് ഇത്രയും സമയം നിനക്ക് കൂട്ടായി ഇവിടെ ഇരുന്നില്ലേ? കൂട്ടായിട്ട് ഹോസ്പിറ്റലും ഇവിടെയൊക്കെ ആയിട്ടിരുന്നില്ലേ എന്ന് പറയുവാണ്. അപ്പോൾ അമല് പറയുക, അവിടെ കിരൺ സാറിൻ്റെ അച്ഛനെ കിടക്കുന്നുണ്ടായിരുന്നു, അവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു കല്യാണി ചേച്ചി എന്ന് പറയുവാണ്. വേലു പറയും, ഇവിടെയുള്ളവരൊക്കെ വെറും പാവങ്ങളാ, എന്നിട്ടും ഇവിടെയുള്ളവരെ പ്രശ്നക്കാരായിട്ടും ഇവിടെയുള്ളവർ അവനെ കൊല്ലാൻ നടക്കുവാണെന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മളെ വിശ്വസിപ്പിച്ചു. അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്തതാണ്, അതാണ് നമുക്ക് പറ്റിയ അബദ്ധം എന്നൊക്കെ വേലു പറയുവാണേ. ഗംഗാപ്രസാദിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അമല് പറയുകയാണ്, വേലുവേട്ടനെ കല്യാണം കഴിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. വേലു പറയാം, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമല് പറയാം, അത് ഇല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്, ഞാൻ അത്രയ്ക്ക് മോശം പെണ്ണാണ്. അപ്പോൾ വേലു പറയുക, നീ മോശം പെണ്ണാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. നീ 10ാം തരം വരെ പോയിട്ടുള്ളൂ, പക്ഷേ ജയിച്ചിട്ടുമില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് വന്ന സുന്ദരം വിദ്യാഭ്യാസമുള്ള ഒരുത്തനെ കണ്ടപ്പോൾ നിൻ്റെ മനസ്സൊന്നും മാറിപ്പോയതാണ്, അതെനിക്കറിയാം. പക്ഷേ എൻ്റെ മനസ്സിലെന്ന് നീ മാത്രമേ ഉള്ളൂ പെണ്ണെ എന്നും, അതുകൊണ്ട് നിനക്ക് പകരമായി മറ്റൊരാളെ കണ്ടെത്താൻ എനിക്ക് പറ്റില്ല. ആ ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് നിന്നെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. ഇനി സാറമ്മയുടെയും കിരൺ സാറിൻ്റെയും സഹായം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇതൊക്കെ കല്യാണി പുറത്തു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. കാടിനകത്ത് തേൻ എടുത്ത് വിറ്റ് സന്തോഷത്തോടെയല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കല്യാണം നടക്കാൻ പോകുന്നു. ആളുണ്ടല്ലോ കാർത്തിക ചേച്ചി, അവർക്ക് വലിയ വലിയ ബിസിനസ്സൊക്കെ ഉള്ളതാണ്. കാട്ടിലെ തേൻ ഇനി അവർ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നടന്ന് നല്ല നാടൻ തേൻ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കി വിൽക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് വേലു പറയുവാണേ. പിന്നെ കിരൺ സാർ പറഞ്ഞു, ഇവിടെ ഒരു വീടും സ്ഥലവുമൊക്കെ തരപ്പെടുത്താമെന്ന്. എങ്കിൽ കാടിനെ വിട്ട് പോരാൻ നമുക്ക് പറ്റത്തില്ല, എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ വന്നു പോവാമല്ലോ. പിന്നെ മൂപ്പൻ പോയതുകൊണ്ട് ഇനി ആ സ്ഥാനത്തുള്ളത് ഞാനാണ്. മലദൈവങ്ങളെ വേണ്ടാന്ന് വെച്ച് പോരാൻ നമുക്ക് സാധിക്കത്തില്ലല്ലോ എന്നൊക്കെ വേലു പറയുവാണേ. വേലു പറയാണ്, പിന്നെ കാടിറങ്ങി വരുമ്പോൾ കാണാനും താമസിക്കാനും കുറച്ച് നല്ല ആളുകളെ കിട്ടി, അങ്ങനെ സമാധാനിക്കാം. ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നമ്മുടെ കല്യാണത്തെപ്പറ്റി ചിന്തിക്കാമെന്ന് പറയുകയാണേ. അപ്പോൾ അമല് ചോദിക്കുക, ഉടനെയോ? വേലു പറയാ, അങ്ങനെയാ കിരൺ സാർ പറഞ്ഞത്. കല്യാണി ഇതൊക്കെ കേട്ട് പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണിക്ക് സങ്കടം വന്നിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുക. അപ്പം നമ്മുടെ അമ്മൂമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അമ്മൂമ്മ ചോദിക്കുക, മോളെ കുഞ്ഞിനെ കളഞ്ഞോ? കല്യാണി ഞെട്ടുവാണേ. എന്നിട്ട് കല്യാണി പറയില്ല, അങ്ങനെ ആരാ പറഞ്ഞേ? അല്ല, ആ കൊച്ചിനെ കൊണ്ടുപോയിട്ട് ഒത്തിരി നേരമായല്ലോ, പിന്നെ വരാൻ താമസിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ കല്യാണി പറയാം, അത് പിന്നെ കിരണേട്ടൻ്റെ അച്ഛനും അവിടെയുണ്ടല്ലോ, അവിടെ കുറച്ച് സമയം ഇരുന്നു. അപ്പോൾ അമ്മൂമ്മ പറയും, മോളെ ലക്ഷണം കണ്ടിട്ട് ആ കൊച്ചിൻ്റെ വയറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ മോളോട് പറഞ്ഞത് കുഞ്ഞിൻ്റെ വയറ്റിലുണ്ടെന്ന്. അപ്പം അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോൾ എന്നോട് കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. മോൾക്കറിയാമല്ലോ, ഈ അമ്മൂമ്മയുടെ നാവ് പഴയ നാവല്ല, പുതിയ നാവാ. ഈ നാവ് കള്ളം പറയില്ല. പറയേണ്ടാത്ത കാര്യങ്ങൾ മറ്റാരോടും പറയത്തുമില്ല. അതുകൊണ്ട് പറ മോളെ, ആ ദുഷ്ടൻ്റെ കുഞ്ഞിനെ കളഞ്ഞോ? പിന്നെ കാട്ടിൽ താമസിക്കുന്നവരൊക്കെയല്ലേ നല്ല ആൾക്കാർ, അബദ്ധം പറ്റിയാലും ആ പയ്യൻ അവളെ കൈവിടില്ല. കല്യാണി പറയുക, അമ്മൂമ്മ ഇതാരോടും പറയരുത്, അമ്മൂമ്മ പറഞ്ഞത് ശരിയാണ്. അമ്മൂമ്മ പറയാം, അത് പിന്നെ ശരിയാവത്തില്ലേ? ലക്ഷണം തെറ്റുമോ? കണ്ടപ്പോൾ തന്നെ സംഗതി എനിക്ക് ഉറപ്പായിരുന്നു. പണ്ട് ലക്ഷ്മിയും പ്രകാശനും ഞാനും കൂടെ നാഗർകോവിൽ താമസിക്കുമ്പോൾ അവിടെ അടുത്തൊരു വൈറ്റാറ്റി ഉണ്ടായിരുന്നു. അവരോടൊപ്പം മിക്കപ്പോഴും പേരെടുക്കാൻ പോകുന്നത് ഞാനായിരുന്നു. അതുകൊണ്ട് ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അവരെ പോലെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞത് നന്നായി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ സംഗതി പാടായി പോയിനായിരുന്നു.
ആ പയ്യൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. കല്യാണി പറയില്ല. അപ്പം അതാ രക്ഷയായെന്ന് പറയുകയാണേ. അപ്പോൾ അമ്മൂമ്മ പറയുക, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അമൂലിനെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും, അത് ഈ കല്യാണത്തിൻ്റെ സമയത്തും ഞങ്ങളെല്ലാവരും കൂടി മാറ്റിയെടുത്തോളാം എന്ന് പറയുവാണ് അമ്മൂമ്മ. നമുക്ക് അമലുവിനെ സന്തോഷിപ്പിച്ചെടുക്കാം. മോള് കാർത്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കും. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ദുഷ്ടനോടുള്ള ദേഷ്യം ഇരട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ആരെയും കുറ്റവാളിയാക്കാനേ ഞാൻ ആ ജോലി ഏറ്റെടുക്കും. എന്നെ സ്നേഹിക്കുന്നവരൊക്കെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ജയിലിലോ ഒന്നും കയറാൻ ഞാൻ വിടില്ല. അതെൻ്റെ ആഗ്രഹമാണ്. ഞാൻ എന്തായാലും അനാഥാലയത്തിലല്ലേ താമസിക്കുന്നത്. പിന്നെ എനിക്ക് എന്ത് നോക്കാനാ? മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പുണ്യം ചെയ്യണം. അവനെ കൊല്ലുന്നതൊരു പുണ്യമാണ് മോളെ എന്നൊക്കെ അമ്മൂമ്മ പറയുവാണേ. ഇത് പറഞ്ഞിട്ട് കല്യാണം എടുത്തു നിന്ന് അമ്മമ്മ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കാർത്തിയുടെ വീട് ഫുള്ള് രതീഷ് എല്ലാവരും ഭയങ്കരമായിട്ട് അലങ്കാരത്തിലാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡിലുമാണ്. അപ്പോൾ കാദംബരിയും രതീഷും കൂടി ഒരു സൈഡിൽ അലങ്കരിക്കുകയാണ്. അപ്പുറത്തെ സൈഡിലായിട്ട് കിരൺ ലൈറ്റൊക്കെ ഇങ്ങനെ ചെടികളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കിരൺ പറയുക, രതീഷ് നീ അപ്പുറത്തിട്ടോ അവിടേക്ക് ലൈറ്റ് ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ രതീഷിനെ കണ്ണ് പെട്ടത് ഗേറ്റിന് പുറത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ അവിടെ ആരോ ഹെൽമെറ്റൊക്കെ വെച്ച് ബൈക്കിലിരിക്കുന്ന കണ്ടു. ഒന്ന് തല എത്തിച്ച് നോക്കുന്ന പോലെ കണ്ടു കേട്ടോ. വീണ്ടും രതീഷ് നോക്കുമ്പോൾ അതുപോലെ തന്നെ തോന്നുവാണ്. അപ്പോൾ ദേ സാറേ ഇത് കണ്ടോ എന്ന് പറയുമ്പം കിരണും അത് കാണുവാണ് കേട്ടോ. അപ്പോൾ നേരെ കിരൺ അങ്ങോട്ട് പുറത്തേക്ക് ഓടിച്ചില്ലു. പിന്നെ നേരെ ഇവൻ ബൈക്ക് എടുത്തങ്ങ് പോവാണ് കേട്ടോ. മതിൽ ചാടി ഗേറ്റ് ചാടിയാണ് ശരിക്കും കിരൺ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷേ എന്താ അയാൾ ബൈക്കിൽ അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കാദംബരി രതീഷും കൂടി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നിട്ട് അതെന്താണെന്ന് ചോദിക്കുമ്പോൾ കിരൺ പറയണത് ഞാൻ എന്നെ കണ്ടപ്പോഴാണ് അവൻ ബൈക്ക് എടുത്ത് പോയത്. അപ്പോൾ കാദംബരി പറയാം അത് ഗംഗപ്രസാദ് ആവണമെന്നൊരു ഉറപ്പില്ല, കാരണം ചിലപ്പോൾ അവൻ അയക്കുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ കിരണും പറയാം അത് ശരിയാണ്, കാരണം ഇത്രയും സെക്യൂരിറ്റി ഇവിടെ നിൽക്കുന്ന സമയത്ത് അവൻ ഒരിക്കലും ഇവിടെ വരാൻ സാധ്യതയില്ല, അവൻ അയച്ച ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുവാണേ. ഇങ്ങോട്ട് വന്ന സമയത്ത് എന്തായാലും പോലീസ് സ്റ്റേഷൻ നടന്നിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ് കിരൺ. അപ്പോൾ ഞാൻ എന്തായാലും എസ് ഐ എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ രതീഷ് പറയാൻ വിളിക്കാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിരൺ ഫോൺ എടുത്ത് വിളിക്കുവാണ്. കിരൺ മാറി നിന്ന് ഫോൺ വിളിക്കുമ്പോൾ കാദംബരി രതീഷിനോട് പറഞ്ഞു, രതീഷ് ഏട്ടാ അവൻ്റെ ധൈര്യം ഞാൻ സമ്മതിക്കുകയാണ്, കാരണം ഇത്രയും പോലീസ് കാവലും എല്ലാം നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉള്ള സമയത്ത് വീണ്ടും അവൻ റിസ്ക് എടുക്കുമോ? എന്തൊരു ധൈര്യമല്ലേ. കല്യാണം നടക്കുന്നവർ നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ നിൻ്റെ ചേച്ചി യാത്രകളും ഹണിമൂണുമൊക്കെ ഇട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോവില്ലേ, അതാണ് പേടിക്കേണ്ടത്. ആ സമയത്ത് നമ്മളാരും കൂടെ ഉണ്ടാവില്ലല്ലോ. അടുത്തോട്ട് വരുവാണ് കേട്ടോ ഫോൺ വിളിച്ചിട്ട്. എന്ത് പറഞ്ഞു? ഞാൻ എസ് ഐയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ ഇവളോട് പറയുന്ന കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ സൂക്ഷിക്കേണ്ടതാണ്, ഹണിമൂണും മറ്റും ആയിട്ട് യാത്ര പോകാനൊന്നും സാധിക്കില്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ കിരൺ പറയും ഞാൻ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ കിരൺ പറയാണ്, രതീഷേ ഗംഗപ്രസാദും അവൻ്റെ കൂട്ടാളികളും പൂർണ്ണമായിട്ടൊന്നെങ്കിൽ പോലീസ് പിടിയിലോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്താൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.